ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യലിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സോഷ്യലിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് 15 ചോദ്യങ്ങൾ നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മുതൽ 15 വരെ നമ്പർ ഇട്ടോളൂ. ഓപ്ഷൻ ABC ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഇടുക. ലാസ്റ്റ് നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുക. നിങ്ങളുടെ മാർക്ക് നോക്കുക, മാർക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് പരീക്ഷയായിട്ട് OMR ബബിൾ ചെയ്ത് എഴുതാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളൊരു കോഴ്സുണ്ട്. 70-ലധികം മോഡൽ പരീക്ഷകൾ അടങ്ങിയ LP ഉൾപ്പെടെ സിലബസ് അടിസ്ഥാനത്തിലുള്ള 45 മാർക്ക് GK ഇൻക്ലൂഡിങ് 10 മാർക്ക് കറണ്ട് അഫെയർ അടക്കം 45 മാർക്കിൻ്റെ GK, അതുപോലെ തന്നെ 15 മാർക്ക് മാത്സ്, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം, 20 മാർക്കിൻ്റെ സൈക്കോളജി എന്നിങ്ങനെ നമ്മുടെ സിലബസിൽ പറയുന്ന ആ ഒരു പാറ്റേണിൽ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ പരീക്ഷകൾ 70-ലധികം മോഡൽ പരീക്ഷകൾ നമ്മൾ എന്താണ് മുൻകാല ചോദ്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള 70-ലധികം മോഡൽ പരീക്ഷകളുണ്ട്. അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ പരീക്ഷയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മോഡൽ പരീക്ഷകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. സോ കൂടുതൽ വിവരങ്ങൾക്ക് എന്തായാലും നമ്പറിൽ വിളിച്ചോളൂ. നമുക്കിന്ന് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് ഇഷ്ടപ്പെടുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. നോക്കുക, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാം ചേർന്നിട്ടാണ്? നോക്കുക, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അല്ലെങ്കിൽ ലോകസഭയിലെ അംഗങ്ങൾ, അതല്ലെങ്കിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും എല്ലാ അംഗങ്ങളും, അതും അല്ലെങ്കിൽ രാജ്യസഭയിലെ അംഗങ്ങൾ. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതിക്കോളൂ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് എപ്പോഴാണ്? ആദ്യമായിട്ട് ഇന്ത്യൻ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് എപ്പോഴാണ്? 1979-ലാണോ, 1969-ലാണോ, 1974, 1960? എപ്പോഴാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത്? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം ഒക്ടോബർ 8, സെപ്റ്റംബർ 5, ഓഗസ്റ്റ് 5, നവംബർ 11. എപ്പോഴാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം? ഒക്ടോബർ 8, സെപ്റ്റംബർ 5, ഓഗസ്റ്റ് 5, നവംബർ 11 എപ്പോഴാണ് എന്നുള്ളത് എഴുതിക്കോളൂ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്, സിക്കിം, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്. ഉത്തർപ്രദേശ്, സിക്കിം, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്. എവിടെയാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്? അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫലഭൂഷ്ഠിയത ഏറ്റവും കൂടിയ മണ്ണിനമായി അറിയപ്പെടുന്നത് ഏതാണ്? ഫലഭൂഷ്ഠിയത ഏറ്റവും കൂടിയ മണ്ണിനമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കറുത്ത മണ്ണാണോ, പർവ്വത മണ്ണാണോ, എക്കൽ മണ്ണാണോ, അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണാണോ? ഇവയിൽ ഏതാണ് എന്താണ് ഫലഭൂഷ്ഠിയത ഏറ്റവും കൂടിയ മണ്ണിനം? അടുത്തത്, മണൽ, എക്കൽ മണ്ണ്, കളിമണ്ണ് എന്നിവ തുടർച്ചയായി സമുദ്ര നദീതടങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന ശില ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? മണൽ, എക്കൽ മണ്ണ്, കളിമണ്ണ് എന്നിവ തുടർച്ചയായി സമുദ്ര നദീതടങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്ന ശില ഏതാണ്? അവസാദ ശില, ആഗ്നേയശില, ഗ്രാനൈറ്റ്, ഇതൊന്നുമല്ല. ഓക്കെ, അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിൽ ഡയമണ്ട് ആകൃതിയിൽ പുറത്തിറങ്ങിയ സ്റ്റാമ്പ് ആരുടേതാണ്? ഇന്ത്യയിൽ ഡയമണ്ട് ആകൃതിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള സ്റ്റാമ്പ് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണോ, രാജാറാം മോഹൻ റോയുടേതാണോ, വില്യം ബെൻറ്റിക്കിൻ്റെ ആണോ, നെൽസൺ ഗുപ്ത? ഇവരിൽ ആരുടേതാണ് ഇന്ത്യയിലെ ഡയമണ്ട് ആകൃതിയിൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയിട്ടുള്ളത്? ഓക്കെ, അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് എത്ര രീതിയിലുള്ള മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? ഇന്ത്യൻ ഭരണഘടന എന്താണ് പൗരന്മാർക്ക് എത്ര രീതിയിലുള്ള മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു? 11, 6, 7, 10. ഓക്കെ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഭരണഘടനയൊക്കെ. നോക്കുക, കറുത്ത പരുത്തി മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? കറുത്ത പരുത്തി മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ഗംഗാ സമതലം, ആസാം താഴ്വര, ഡെക്കാൻ ട്രാപ്പ് മേഖല, പശ്ചിമതീര സമതലം. ഓക്കെ, ഇനി അടുത്തത് 10. താഴെ പറയുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? ചിനാബ്, ബിയാസ്, കോസി, ചലം. ഇവയിൽ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏത്? ഓക്കെ, നദികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്? ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്? 82-ാം ഭേദഗതിയാണോ, 44-ാം ഭേദഗതിയാണോ, 86-ാം ഭേദഗതിയാണോ, 92-ാം ഭേദഗതിയാണോ? 82, 44, 86, 92. ഓക്കെ, ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്? മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് ഏത് വർഷം? മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് ഏത് വർഷം? 1963, 1973, 1957, 1970. ഓക്കെ, എഴുതിക്കോളൂ. അടുത്തത് 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? തുറമുഖങ്ങൾ അല്ലേ, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കാണ്ട്ല, നവശേവ, മുംബൈ, മാർമഗോവ, ഇവയിലേതാണ്? അടുത്ത 14, ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 45 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 65 വയസ്സ്. 45 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 65 വയസ്സ്. ലാസ്റ്റ് 15-ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്ത തുറമുഖം അല്ലേ, കൂട്ടത്തിൽ പെടാത്ത തുറമുഖമാണ് ചോദിച്ചിട്ടുള്ളത്. മംഗലാപുരം, തൂത്തുക്കുടി, കൊച്ചി, കാണ്ട്ല. മംഗലാപുരം, തൂത്തുക്കുടി, കൊച്ചി, കാണ്ട്ല. ഓക്കെ, സോ ഇത് സമയമാണ് ഒരു പോസിബിൾ പെട്ടെന്ന് കിട്ടും, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 15 ചോദ്യങ്ങൾ നമ്മൾ സോഷ്യലിൻ്റെ ഭാഗത്തു നിന്നുള്ളതൊന്ന് നോക്കി മിക്സഡായിട്ട് നമുക്ക് ഗതാഗതമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഭരണഘടന പഠിക്കാനുണ്ട്, അതുപോലെ മണി ആൻഡ് ബാങ്കിങ് ഇങ്ങനെയുള്ള ബാങ്കുകളുടെ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 15 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ നോക്കി. ഇനി അതിൻ്റെ ആൻസറിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ആൻസർ നോക്കി പോവുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, മാർക്ക് കമൻറ്റ് ചെയ്യുക. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് ആരെല്ലാം ചേർന്നിട്ടാണ് ഈ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നോക്കുക, നമുക്ക് ഈ പാർലമെൻറ്റിലെ ഇരു സഭകളും രാജ്യസഭയും ലോകസഭയും അല്ലേ എല്ലാ അംഗങ്ങളും ചേർന്നിട്ടാണ്. അപ്പോൾ പാർലമെൻറ്റിലെ ഇരു സഭകൾ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് എന്നാണ്, രാജ്യസഭയും ലോകസഭയും ചേർന്നിട്ടല്ലേ രാഷ്ട്രപതിയും ചേർന്നാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അതിലെ സഭകളാണ് പറയുന്നത്. പാർലമെൻറ്റിലെ ഇരു സഭകളിലെയും എല്ലാ അംഗങ്ങൾ, രാജ്യസഭയിലെയും ലോകസഭയിലെ എല്ലാ അംഗങ്ങളും ചേർന്നിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത നോക്കൂ 2, ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നപ്പോൾ 1969 ആദ്യത്തെ, പിന്നീട് 1980 രണ്ടാമത്തെ ദേശസാൽക്കരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ നടന്നിട്ടുള്ളത് എപ്പോഴാണ്? 1969 നടന്നിട്ടുള്ളത്. ഓക്കെ, 79 അല്ല, 69. ഇനി അടുത്ത 3, ദേശീയ വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം എപ്പോഴാണ്? നവംബർ 11. ഓപ്ഷൻ ഡി, നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഥുല, സിക്കിം അല്ലേ. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഓപ്ഷൻ ബി, നാഥുല, സിക്കിം. അടുത്തത് 5, ഫലപുഷ്ടിയത ഏറ്റവും കൂടിയ മണ്ണിനമായി അറിയപ്പെടുന്നത് ഏതാണ്? ഫലപുഷ്ടിയത ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ്. ഓപ്ഷൻ സി ആണ്. മണ്ണിനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പറഞ്ഞിട്ടുണ്ട് സിലബസിനകത്ത് പഠിക്കുക. ഓക്കെ, എക്കൽ മണ്ണ്. അടുത്തത് 6, മണൽ, എക്കൽ മണ്ണ്, കളിമണ്ണ് എന്നിവ തുടർച്ചയായിട്ട് സമുദ്ര നദീതടങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ട് രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? ശില ഏതാണ്? അതേതാണ്? അത് അവസാദ ശിലയാണ് അല്ലേ. അവസാദങ്ങൾ അല്ലേ അടിഞ്ഞുകൂടിയിട്ട് അവസാദ ശില നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശിലകളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. 6ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് ഇന്ത്യയിൽ ഡയമണ്ട് ആകൃതി അല്ലേ, ഡയമണ്ട് ആകൃതിയിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ള സ്റ്റാമ്പ് ആരുടേതാണ് ചോദിച്ചിട്ടുള്ളത്? അത് രാജാറാം മോഹൻ റോയുടേതാണ്. ഓക്കെ, ഇന്ത്യയിൽ ഡയമണ്ട് ആകൃതിയിൽ പുറത്തിറക്കിയ സ്റ്റാമ്പ് ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് എത്ര രീതിയിലുള്ള മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു? എത്ര എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്? 6 എണ്ണമാണ്. നമുക്ക് സ്വത്തവകാശം മൗലികാവകാശമല്ല, അതെന്താണ്? അതൊരു നിയമാവകാശമാണ്. 300A അത് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എത്ര തരത്തിലുള്ളത്? 6 എണ്ണമാണുള്ളത്. ഇനി കറുത്ത പരുത്തി മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? അത് ഡക്കാൻ ട്രാപ്പ് മേഖലയിലാണ് കറുത്ത പരുത്തി മണ്ണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്ത 10, താഴെ പറയുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ചിനാബ്, ബിയാസ്, ഇതൊക്കെ സിന്ധു നദിയുടെയാണ് അല്ലേ. ചിനാബ് സിന്ധുവിൻ്റെയാണ്, ബിയാസ്, ചല ഒക്കെയാണ്. എന്നാൽ കോസി ആരുടെയാണ്? ഗംഗയുടെയാണ് അല്ലേ. സോ കോസിയാണ് എന്താണ് ആരുടെ? സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത്. സിന്ധുവിൻ്റെ പോഷക നദി അല്ലാത്തത് കോസിയാണ്. ഓപ്ഷൻ സി, കോസി ഗംഗയുടെ പോഷക നദിയാണ്. ഓക്കെ അല്ലേ. അടുത്ത നോക്കൂ, ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്? ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടല്ലേ. 44-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 300A കിടക്കുന്നത്, അതറിയാലോ. ഇനി അടുത്ത 12, മയിലിനെ
ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1963-ലാണ്. 1963-ലാണ് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അടുത്ത ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ, മഹാരാഷ്ട്രയിലെ 2 മേജറായിട്ടുള്ള തുറമുഖങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് മുംബൈ തുറമുഖം, പിന്നീട് നവശേവ. ആ നവശേവ തുറമുഖത്തിൻ്റെ മറ്റൊരു പേരാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നവശേവ. ഓപ്ഷൻ ബി, 13ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നവശേവ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നോക്കൂ 14. ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? രാഷ്ട്രപതിയാവാൻ മിനിമം 35 വയസ്സെങ്കിലും വേണം എന്നുള്ളതാണ് അല്ലേ. അപ്പം 35 വയസ്സ്. ഓപ്ഷൻ സി എന്താണ്? 14ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത് നോക്കൂ, കൂട്ടത്തിൽ പെടാത്ത തുറമുഖമാണ് വന്നിട്ടുള്ളത്. മംഗലാപുരം, തൂത്തുക്കുടി, കൊച്ചി, കാൺല അല്ലേ. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത്? നമ്മൾ മേജർ തുറമുഖം അങ്ങനെ മൈനർ തുറമുഖമായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലല്ലേ. ഈ പറയുന്ന 4 മേജർ തുറമുഖം അല്ലേ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് അല്ലേ, നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്നത് പടിഞ്ഞാറ്, ഇവിടെ കിഴക്ക് അല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയെന്ന് നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരത്തുണ്ടല്ലോ, ഈ പടിഞ്ഞാറ് ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന മംഗലാപുരം. കർണാടകയിൽപ്പെടും. കർണാടക ഇവിടെ ആയിട്ട് വരും അല്ലേ. പിന്നെ തൂത്തുക്കുടി തമിഴ്നാടാണ്, അത് ഇപ്പുറത്ത് കിഴക്കൻ തീരത്തേക്ക് വിടും. കൊച്ചി കേരളത്തിലാണ്, അതിവിടെ വരും. കൊച്ചി തുറമുഖം. കാൺല ഗുജറാത്താണ്, അതിവിടെ വരും. നോക്കൂ, ഇവിടെ ആകുമ്പോൾ പടിഞ്ഞാറൻ തീരത്ത് 3 എണ്ണം തന്നിട്ടുണ്ട്. എന്നാൽ കിഴക്കൻ തീരത്തുള്ള ഏതാണ്? ഈ തൂത്തുക്കുടി എന്ന് പറയുന്ന തമിഴ്നാട് കിടക്കുന്ന ഒരെണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായി ഏതാണ് ഈ പറയുന്ന 3 എണ്ണം എവിടത്തെയാണ് കൂട്ടത്തിൽ പെടുന്നതെന്ന് പറയുമ്പോൾ അത് പടിഞ്ഞാറ് കിടക്കുന്നതാണ്. പടിഞ്ഞാറല്ലാതെ കിടക്കുന്ന കിഴക്കത്തെ ഒരെണ്ണേ ഉള്ളൂ, അത് ഏതാണ്? തൂത്തുക്കുടിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ഇവിടെ എന്താണ് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കിഴക്കൻ തീരത്തുള്ളത് പടിഞ്ഞാറൻ തീരത്തുള്ളതൊക്കെ പഠിച്ചു വെക്കണത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. ഓക്കെ, സോ 15 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. 15 ഉത്തരം നമ്മൾ വർക്കൗട്ട് ചെയ്തു. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആ പറയുന്ന മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70-ലധികം മോഡൽ എക്സാമുകൾ പരിശീലിക്കാനായിട്ട് സാധിക്കും, പരീക്ഷയുടെ ഉള്ളിൽ തന്നെയായിട്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം കറണ്ട് അഫെയർ നിങ്ങൾക്ക് 2023-24 വർഷത്തെ കറണ്ട് അഫെയർ ലഭിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് SCRT മാത്രമായിട്ട് വേണമെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് 450-ലധികം വീഡിയോസ് അടങ്ങുന്ന SCRTയുടെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഒപ്പം അതിൻ്റെ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കും. അത് അതിനോടൊപ്പം തന്നെ കറണ്ട് അഫെയർ ഉണ്ടാവും. ആ ഒരു കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന 9747886626 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് മനസ്സിലായാലോ? ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായാലോ? സോഷ്യലിൻ്റെ ഒരു വർക്കൗട്ട് സെക്ഷനാണ് നമ്മൾ ചെയ്തത്, മോക്ക് ടെസ്റ്റായിട്ട് ചെയ്തത്. അതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്തു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് കാണാം. താങ്ക്